പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. എല്ലാം താനെന്ന ഭാവം മുന്നണിക്ക് നിരക്കുന്നതല്ല. CPM രാഷ്ട്രീയ മര്യാദ പാലിച്ചില്ല. സത്യൻ മൊകേരിയുടെ ലേഖനമാണ് വിവാദമായത്. പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന സമീപനമാണ് CPI മുഖപത്രം സ്വീകരിച്ചത് എന്ന വിമർശനവുമായി CPM നേതാവ് വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ഇന്നത്തെ ജനയുഗം പത്രത്തിൽ CPIയുടെ നേതാവായിട്ടുള്ള സത്യൻ മൊകേരിയുടെ ഒരു ലേഖനം കാണുവാൻ ഇടയായി. ആ ലേഖനത്തിലാണ് നിയമസഭയുടെ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിക്കാത്തത് മൂലം ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുവാൻ ശ്രീ സത്യൻ മൊകേരി തയ്യാറായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് നിർഭാഗ്യകരവും രാഷ്ട്രീയ മര്യാദയ്ക്ക് യോജിക്കാത്ത നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ദിലീപ് കുറ്റിച്ചിലാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ഉപനേതൃ പദവി ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന ഒരു ധാർഷ്ട്യത്തോടെയുള്ള പ്രതികരണം, അതാണല്ലോ ഇപ്പോൾ ഈ CPM CPI സംഘർഷം ഏറ്റവും രൂക്ഷമാകാൻ കാരണം. ജനയുഗത്തിന്റെ മുഖപത്രത്തിൽ ഏത് രീതിയിലുള്ള വിമർശനമാണ് പിണറായിസത്തിനെതിരെയും CPMനെതിരെയും ഉയർത്തുന്നത്? ഗൗതം സൂചിപ്പിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ആ ഒരു പരാമർശമാണ് CPIയെ പ്രത്യേകിച്ച് ഒടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് CPIക്ക് ഉപപ്രതിപക്ഷ സ്ഥാനം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യം മുതൽക്കേ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ ഒട്ടനവധി തവണ, അതായത് CPMഉം CPIയും ഒട്ടനവധി തവണ ചർച്ച ചെയ്തിട്ട് പോലും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഉപപ്രതിപക്ഷ സ്ഥാനം നൽകില്ല എന്നൊരു ധാർഷ്ട്യത്തോടെ പ്രതികരണം നടത്തിയത്. ആ ഒരു പ്രതികരണത്തിലാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വ്യക്തമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. CPIയുടെ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിണറായിയുടെ പ്രസ്താവന മുന്നണി മര്യാദകളെ ലംഘിച്ചുവെന്നും അതോടൊപ്പം തന്നെ ധാർമ്മികത ഇല്ല എന്നും അടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ പറയുന്നതും. എല്ലാം താനാണ് എന്ന ഭാവം പിണറായിക്കുണ്ടെന്നും അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ യോജിച്ചതല്ല എന്നടക്കമുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയെന്നടക്കമുള്ള കാര്യമാണ് സത്യൻ മൊകേരി ഈ ഒരു ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നതും. അതോടെ തന്നെ ഏകാധിപത്യ സ്വഭാവത്തോടെയാണ് പിണറായി വിജയൻ പെരുമാറുന്നതെന്നും പിണറായി വിജയന്റെ ഏകാധിപത്യ മനോഭാവം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നടക്കമുള്ള കാര്യമാണ് സത്യൻ മൊകേരി ഈ ഒരു ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നതും. എന്തായാലും സത്യൻ മൊകേരി പിണറായിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും. അതേസമയം ഇന്ന് അല്പസമയം മുമ്പാണ് CPMന്റെ മുതിർന്ന നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി രംഗത്തെത്തി പറഞ്ഞതും ഇത്തരത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്നത് മുതിർന്ന CPM നേതാവാണ്, പോൾ ബ്യൂറോ അംഗമാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. അതോടൊപ്പം തന്നെ ഉപപ്രതിപക്ഷ സ്ഥാനം എന്തുകൊണ്ട് ഒരിക്കലും CPIക്ക് നൽകില്ല എന്നൊരു കർക്കശ നിലപാടിലേക്ക് എത്താനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും CPMന്റെ ഈ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തെ CPI ഇനി എങ്ങനെയാണ് നേരിടുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഗൗതം. ഓക്കെ ദിലീപ്, എന്തായാലും വ്യക്തമാണ്. CPM CPI പോരെ രൂക്ഷമാകുകയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനയുഗത്തിന്റെ മുഖപ്രസംഗം വലിയ വിമർശനം CPMനെതിരെ നടത്തുകയാണ്.